വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്രിസ്മസ് ആയിട്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം ക്രിസ്മസ് റീത്ത്, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. കറക്റ്റായിട്ട് എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല. സോ ഇതാണ് സംഭവം. സോ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. സോ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. സോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ വയോ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ ഗേസ്, നമുക്ക് ക്രിസ്മസ് ഈ സാധനം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് വളരെ കുറച്ച് സാധനങ്ങളാണ്. സോ ഒരു കത്രിക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം പിന്നെ വരുള്ളൂ, ഇപ്പം ആവശ്യമില്ല. ആൻഡ് ഒരു പശ, പിന്നെ ഒരു സെലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം വരുമോയെന്ന് എനിക്കറിയില്ല, നോക്കാം. പിന്നെ ഒരു റിബൺ വേണം. ഞാൻ വെള്ള റിബണാണ് എടുത്തത്. നിങ്ങൾക്ക് റെഡ് റിബൺ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി മാച്ചിങ്. എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തു എന്ന് മാത്രം. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇതെല്ലാവരുടെയും കയ്യിൽ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ കടയിൽ കിട്ടും. എല്ലാ കടയിലും കോമൺ ആയിട്ട് കിട്ടുന്ന സാധനം ക്രിസ്മസ് ഐറ്റം, അത് വേണം. പിന്നെ മെയിൻ സംഭവമാണ് ഇതുപോലത്തെ ഒരു സർക്കിൾ. ഇത് എന്ത് വേണേലും ആകാം. ഇതിപ്പോൾ ഞാനൊരു കമ്പി കഷ്ണം വളച്ച് തിരിച്ച് ഒടിച്ച് ഒരു വട്ടമാക്കി എടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് കമ്പി കഷ്ണമോ പൈപ്പോ പേപ്പറോ എന്ത് വേണേലും ചുരുട്ടി ഒരു റൗണ്ടാക്കി എടുത്താൽ മതി, എത്രേ ഉള്ളൂ. എന്ത് റൗണ്ട് വേണേലും എടുക്കാം. പിന്നെ ഇങ്ങനത്തെ കമ്പിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കയ്യിലൊന്നും കുത്തിക്കയറാതെ. ഇത് കണ്ടോ, ഇതുപോലത്തെ സാധനം കൈ കുത്തിക്കയറി കഴിഞ്ഞാൽ പിന്നെ തീറ്റയൊക്കെ എടുക്കേണ്ടി വരും, തുരുമ്പെടുത്തതാണ്. സോ ഇത് പഴയ ഒരു കമ്പി ഇവിടെ കിടന്നാൽ ഞാൻ ചുരുട്ടി വട്ടത്തിലാക്കി എടുത്തു എന്ന് മാത്രം. സോ നിങ്ങൾക്ക് അന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. സോ നമ്മുടെ മെയിൻ സാധനം ഇതും പിന്നെ മറ്റേ ഈ പച്ച പുല്ല് പോലെയുള്ള ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്തുവാ എനിക്കറിയാൻ പറ്റില്ല. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിച്ച സാധനം എന്നുള്ളത്. സോ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ സാധനം ഇവിടെ ഇതിപ്പോൾ ഇതിൽ കമ്പിയാണ് കേസ് ഉള്ളത്. സോ അവിടെ ഇരുന്നോളൂ. ഒട്ടിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതവിടെ ഇരുന്നോളൂ, കണ്ടോ, അവിടെ വെച്ചാൽ ഇരുന്നോളൂ. സോ ഞാനിപ്പോൾ ഒട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം. ഇതിപ്പോൾ കമ്പിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കയറ്റി വെച്ചു എന്ന് മാത്രം. സോ ഇനി നമുക്ക് ഇത് ഫുൾ ഇങ്ങനെ ചുറ്റി എടുക്കണം. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് പിടിച്ച പരിപാടി. തികയോ എന്തോ ഈ സാധനം. ഞാൻ ഈ സാധനം ഒരെണ്ണേ മേടിച്ചുള്ളൂ. അപ്പത്തെ ഇതിൽ ഞാൻ ഒരെണ്ണേ മേടിച്ചുള്ളൂ. സോ തികയുമായിരിക്കും അല്ലേ, തികയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാനിത് ചുറ്റുകയാണ് കേസ്. കുറച്ചധികം നേരത്തെ പണിയാണ് ഇത് ചുറ്റിയെടുക്കുക എന്ന് പറയുന്നത്. നമുക്ക് കമ്പി കാണാതിരുന്നാൽ മതി. സോ ഓവറായിട്ട് സ്പേസ് ഇടണ്ട, എന്നാൽ കുറച്ച് സ്പേസ് ഇട്ട് ചുറ്റാം. സോ അതാവുമ്പോൾ കമ്പിയും കാണില്ല, കാര്യം നടക്കും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് കമ്പി കാണുന്നൊന്നുമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഓക്കെ. ഞാൻ ഇതൊന്ന് ചുറ്റിയെടുക്കട്ടെ കേസ്. ഇത് ചുറ്റൽ കുറച്ചധികം പിടിച്ച പണിയാണ്. അങ്ങനെ ഇത് കേസ് ഞാൻ ഓൾമോസ്റ്റ് ചുറ്റി തീരാറായിട്ടുണ്ട്. കുറച്ചധികം കഷ്ടപ്പാടാണെങ്കിലും കുഴപ്പമില്ല. ചുറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ട് കേസ്. ഭംഗി കൂടിയും തോന്നുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇത്രയും ഭംഗി ഉണ്ടാവുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് മിച്ചം ഉണ്ടാവുന്നു. സോ നമുക്ക് ഒന്നുകൂടി ഫുള്ള് ചുറ്റാനുണ്ടാവില്ല, പക്ഷെ എന്നാലും കുറച്ച് ചുറ്റാൻ കാണുമായിരിക്കും തോന്നുന്നു. അത് നമുക്ക് ചുറ്റി നോക്കിയിട്ട് നോക്കാം. ഞാൻ പറ്റ അടുപ്പിച്ചല്ല ചുറ്റിയത്. സോ കുറച്ച് തികയോന്ന് ഡൗട്ടുള്ളത് കാരണം കുറച്ചൊരു ഇത് ഗ്യാപ്പിലാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. പിന്നെ ഇതിങ്ങനെ നിൽക്കുന്ന കാരണം ഗ്യാപ്പ് അങ്ങ് ഫില്ലായി പൊക്കോളും, അത് കാണുമൊന്നുമില്ല. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ തീരാറായി ഗൈസ്. ഈ സാധനം 2 കളറാണ് ഗൈസ്. ഇത് കണ്ടോ, അറ്റത്ത് വേറൊരു പച്ച, അതിൻ്റെ നടുക്ക് ഡാർക്ക്, അതായത് അറ്റത്തൂടെ ലൈറ്റ് പച്ചയും ഉള്ളിൽ ഡാർക്ക് പച്ചയും. ആ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് കുറച്ചുകൂടി ഭംഗി കൂടുതൽ തോന്നിയത്. ചുറ്റിയിട്ട് തീരുന്നില്ലല്ലോ.
ഞാനിതുവരെ പശയൊന്നും ഉപയോഗിച്ചിട്ടില്ല. സോ നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടി വേണമെങ്കിൽ ആദ്യം തന്നെ പശ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിനി ലാസ്റ്റിൽ പശ ഒട്ടിക്കാൻ കരുതി, കാരണം അത് വിട്ടു പോരുക, ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെറുതെ പശ ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കൊള്ളാല്ലേ? നൈസായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ലൈക്ക് ഇങ്ങനെ. ഇത് മിച്ചം വന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഫുള്ള് മിച്ചം വരേണ്ട, നിങ്ങൾക്ക് മിച്ചം വന്നില്ലെങ്കിൽ നിങ്ങളത് ചുറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ചുറ്റിയെടുത്തു എന്ന് മാത്രം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കൊള്ളാം ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇതാണ് ഇതിൻ്റെ എൻഡിങ്. ഞാൻ ഇവിടെയും പശ ഒട്ടിച്ചിട്ടില്ല. ഇത് കമ്പിയാണ് ഗൈസിൻ്റെ ഉള്ളിൽ. സോ അതവിടെ ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാൻ പശ ഒട്ടിക്കാത്തത്. സോ നിങ്ങൾക്ക് പശ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം. ഓക്കെ, കൊള്ളാല്ലേ ഗൈസ്? നമ്മൾ കടയിലൊക്കെ കാണുന്ന പോലില്ലേ? ഇവിടെ കുറച്ച് ഇതിൻ്റെ കുറവുണ്ട്. നമ്മൾ ആ ഒട്ടിച്ചതിൽ ഇവിടെയാണ് നിന്നത്, ഇവിടേക്ക് തികഞ്ഞില്ല. സോ അതിൻ്റെ ചുറ്റിയതിൽ, സോ അതിൻ്റെ ഒരു ഇതുണ്ട്. നമുക്കതവിടെ നമുക്ക് റിബൺ വെക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. സോ നമുക്കിതിൻ്റെ അറ്റത്ത് ഈ റിബൺ ഒരു ബോയാക്കി കെട്ടി വെക്കണം. സോ അങ്ങോട്ടേക്ക് മാറി ഇനി നമുക്ക് റിബൺ കെട്ടാം. ഇത് റിബൺ ബോയായിട്ട് കെട്ടാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്, അതൊന്നാമത്തെ കാര്യം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ഏതെങ്കിലും വീഡിയോസൊക്കെ നോക്കി കെട്ടേണ്ടി വരും. അങ്ങനെ വെച്ചിട്ട് അതേ വെച്ച് കെട്ടുന്നതാണോ നല്ലത്, അതോ ബോയ് ആക്കിയിട്ട് കെട്ടുന്നതാണോ നല്ലത്? ഐഷ്, ഇത് ടൈറ്റ് ആവുന്നില്ലല്ലോ. കുഴപ്പമില്ലാത്തൊരു ബോയ് ആയില്ലേ? എന്നാലും ശരിയായില്ല. പെർഫെക്റ്റ് ആയിട്ട് ബോ കെട്ടാനുള്ള വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കി ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതേപോലെയൊക്കെ ചെയ്യാം. എനിക്ക് അത് നോക്കിയൊന്നും ചെയ്യാനുള്ള ക്ഷമയില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എനിക്ക് ക്ഷമ വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് ക്ഷമയുള്ള ആളാണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ ഫൈനലി ഞാൻ ഒരു വിധത്തിൽ അത്യാവശ്യം ഒരു മെനയുള്ള ഒരു ബോ ഞാൻ കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് നീളമുണ്ട്. സോ ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി കട്ട് ചെയ്തെടുത്തായിരുന്നു. ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെടുത്തതാണ്. സോ കുറച്ചധികം നീളമുണ്ട്. നമ്മൾ എവിടെയായിരുന്നു നിർത്തിയേ? മനസ്സിലാവുന്നില്ല കേസ്. കൊള്ളാം ഇവിടെ. സോ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് ചെയ്യാൻ എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ കേസ്? പക്ഷേ ഇതിന് നീളം കുറച്ച് കൂടുതലല്ല. എത്ര നീളം വേണോ? ചിലതിൽ ഞാൻ നീളം കണ്ടിട്ടുണ്ട്. സോ രണ്ടിനും ഒരേ നീളം വേണമല്ലേ കേസ്? ഒരളവിൽ ഇതുകൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ നല്ലതായിരിക്കും തോന്നുന്നു. ഇതിൽ വൈറ്റാണോ റെഡാണോ കുറച്ചുകൂടി നല്ലത്? എനിക്ക് റെഡാന്ന് തോന്നുന്നല്ല, പക്ഷേ ഇതിൽ റെഡ് ഇല്ല കേസ്. സോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ റെഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് എടുക്കാം. കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ബോ. നമുക്കിത് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. കൊള്ളാമല്ലേ? വൈറ്റ് ചേരുന്നൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ബോറായിരിക്കുന്നു, പക്ഷെ കുഴപ്പമില്ല, ചേരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. കേസ് ഈ പശയാണ് ഞാൻ ഒട്ടിക്കാൻ എടുക്കുന്നത്. ഇത് തുറക്കണം കേസ്. ഇതിൻ്റെ ഈ സാധനം അടഞ്ഞിരിക്കുകയില്ല, കൂടെ വരില്ല. സോ ഇതിനകത്ത് പശയുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതിൽ നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ ഗണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ കുട്ടികളൊക്കെ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഗ്ലൂ ഗണ്ണൊക്കെ ചെയ്യുമ്പോൾ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പശയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരിക. ഒട്ടുന്നില്ലല്ലോ. ഞാൻ കുറേ നോക്കി ഗൈസ്, ഈ സാധനം ഒട്ടുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വേറൊരു പശ ഉണ്ട്, ഇതേ B7000 എന്ന് പറഞ്ഞ്.
സോ ഇതാവുമ്പോൾ ഗ്ലൂഗൺ പോലെ തന്നെയാണ്. ഹീറ്റ് വേണ്ട, പെട്ടെന്ന് ഒട്ടിയും കിട്ടും. ലൈക്ക് ഒരു 5 മിനിറ്റ് സമയം, 5 മിനിറ്റ് എടുക്കുമല്ലോ, 1 മിനിറ്റ് മതി, മാക്സിമം 1 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊടുത്താൽ നന്നായിട്ട് ഒട്ടും. സോ ഇത് വെച്ച് ഒട്ടിക്കാമെന്ന് കരുതി കേസ്. കാരണം മറ്റത് ഒട്ടാൻ ഭയങ്കര പാടാണ്, ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നു. തേച്ചു. സോ ഇനി നമുക്ക് ഓയുടെ ഷേപ്പ് മാറരുത്, അതാണ് മെയിൻ. ഓ ഒട്ടി കേസ്, ഒട്ടി ഒട്ടി ഒട്ടി. ഓ കുറച്ച് നേരത്തെ തത്രപ്പാടിനൊടിയിൽ ഒട്ടി. ഇത് നല്ലൊരു ഗ്ലൂ ആണ് കേസ്. സോ നിങ്ങൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് മേടിക്കുന്നത് നല്ലതായിരിക്കും, കാരണം പെട്ടെന്ന് ഒട്ടും. മറ്റേ ഗ്ലൂഗൺ പോലെ കൈ പൊള്ളുമെന്നുള്ള പേടി വേണ്ട. സോ കേസ് ഓൾമോസ്റ്റ് ഇത്രയും റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതിൽ. ഞാൻ വേറൊരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതുകൂടെ പോയി എടുത്തിട്ട് വരാം. ഗേസ് ഇതാണ് ഞാൻ മേടിച്ച സാധനം, മെരി ക്രിസ്മസ്. സോ ഇത് ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് വെക്കാനായിരുന്നു വിചാരിച്ചത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ക്രിസ്മസ് ഇതിനേക്കാളും കുഞ്ഞാണ് ഗേസ്. ഇതിൻ്റെ വലുതുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചെറുതാണ് ഉണ്ടാക്കുന്നത്. സോ ചെറുത് മതിയല്ലോ എന്ന് കരുതി ഞാനിത് മേടിച്ചതാണ്, മറ്റേതെടുത്താൽ മതിയായിരുന്നു. പക്ഷേ മറ്റത് സിൽവറായിരുന്നു ഉണ്ടായിരുന്നത്, റെഡ് ഇല്ലായിരുന്നു. ഇത് ലാസ്റ്റ് പീസായിരുന്നു, വേറെ ഇല്ലായിരുന്നു അവിടെ. സോ ഇതിൽ തികയായിരിക്കും, നിൽക്കുമായിരിക്കും എന്നൊക്കെ കരുതി ഞാൻ എടുത്തതാണ്, പക്ഷേ കുഞ്ഞായി പോയി ഗൈസ്. ഇപ്പം എന്ത് ചെയ്യും? നമുക്ക് ഡോറയിൽ ഹാങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെക്കാം, ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അതേ നടക്കുള്ളൂ ഗൈസ്, അല്ലാതെ ഇത് നടക്കില്ല. അതെന്തായാലും ആ പ്ലാൻ നടക്കില്ല. സോ നമുക്ക് ഇതിൽ കുറച്ച് ഡെക്കറേഷൻസും ഐറ്റംസൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതേ കേസ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും പുതിയ ഐറ്റംസ് അല്ല, ഇതൊക്കെ ഓരോ കൊല്ലമായിട്ട് ഇവിടെ മേടിച്ച് വെച്ച സാധനങ്ങളിൽ നിന്ന് ഞാൻ കുറച്ചൊന്നും പറക്കിക്കൊണ്ട് വന്നതാണ്. സോ ഇത് പോരെ, മതി. സോ നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഗൈസ്. നമുക്കിതിൽ ഒട്ടിച്ചെടുക്കണം. ചിലതിൻ്റെയൊക്കെ ഷേപ്പ് മാറി, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ ഓക്കെ അല്ലേ ഗീസ്? സോ ഇങ്ങനെയൊക്കെ ഞാൻ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നത്, നോക്കാം. ഇതിൽ മറ്റേ തൂക്കാനുള്ള സാധനമുണ്ട് ഗീസ്. സോ ഇത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കിവിടെ കമ്പിയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി, അതവിടെ ഇരുന്നോളും. ആൻഡ് ബാക്കിയുള്ള സാധനമൊക്കെയാണ് ഒട്ടിക്കേണ്ടത്. കുറച്ച് പ്ലെയിനായി പോയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. പക്ഷെ ഓവർ ഇടുന്നതിനേക്കാളും എനിക്കിങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. സോ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് പറയൂ. അപ്പോൾ ഇതേ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനത്തിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇത് ഞാൻ ഡോറെ തൂക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷെ ഇപ്പോഴല്ല ഡോറെ തൂക്കുക. നമ്മളൊരു ക്രിസ്മസ് മേക്ക് ഓവർ വീഡിയോ വരുന്നുണ്ട്, ആ ടൈമിൽ നമ്മളിത് ഡോറെ തൂക്കി ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതിലെല്ലാവർക്കും ബൈ. പിന്നെ അഡ്വാൻസ് മേരി ക്രിസ്മസ്. ബൈ.